എനിക്ക് ആ നമ്മുടെ പഴയ ലുക്ക് കാണാലോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ സുനിത ഫാത്തിമയായിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാരാ? ഞാൻ ഫാത്തിമയാ. ഇച്ച് ഭയങ്കര മൊഞ്ചായിക്കിന്. താങ്ക് യു. ശരിക്കുവേ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. കണ്ണാടി മാറി, പൊട്ട് മാറി, പിന്നെ തട്ടവും, പിന്നെ ഇവിടുത്തെ ഈ കുറച്ച് മുടിയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് അന്നത്തെ മെയിൻ സാധനമായിരുന്നു തോന്നുന്നു അല്ലേ? മിക്ക വീഡിയോസിലും ഈ നെറ്റിലേക്ക് ഇങ്ങനെ കിടക്കുന്ന മുടി ഉണ്ടാവും. പിന്നെ എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, അതായിരുന്നു ആൾക്കാർ കണ്ടുപിടിക്കുക. ആളാണ് മാർക്ക് ഉണ്ട്. ശരി, പൊട്ട് മാറ്റിയപ്പോ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു മാർക്കുള്ള കുട്ടി. തട്ടിങ്ങനെ നിൽക്കാൻ ഞാനേ ഈ ഒന്ന് മേക്ക് ഓവർ ആവാൻ പോയ ടൈമില് ഞാൻ ചുമ്മാ കയറിയിട്ട് ഒന്ന് പാട്ട് നെഞ്ചുക്കുള്ള നീതാനെ പാട്ട് കയറി നോക്കിയപ്പം ഇന്നലെ കമന്റ് ഇട്ടവര് 2 days ago, 1 day ago, 5 days ago, കറക്റ്റ് February 2 ഇത് കാണുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അതിനകത്ത് ലവ് ഫ്രം ശ്രീലങ്ക, ഇത് ഞാൻ അവിടെ കേട്ടോണ്ടിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമന്റ് ഉണ്ട്. അങ്ങനെ ദേശം മാറി ആരാധകര് വന്നിട്ടുണ്ടോ? ദേശം മാറി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുറത്തുനിന്ന് എനിക്ക് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഗൾഫുള്ള ഏരിയയിലുള്ള കുറേ ആൾക്കാരാണ്. അപ്പം ഇതുപോലെ ശ്രീലങ്ക അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കമന്റ് സെക്ഷനിൽ ശ്രീലങ്ക ലവ് ഫ്രം ശ്രീലങ്ക എന്ന് വരെ. എനിക്കെന്നാ ആ പാട്ടിനോട് ആയിരിക്കും കൂടുതലും, നമ്മളതിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളോടും ഇഷ്ടം. അതിലുപരി ആ പാട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എക്സ്പ്രഷൻ ഒന്ന് കിട്ടുമോ? ഞാൻ ഈ പോർഷൻ ഇതിനകത്ത് രണ്ടുമൂന്ന് പേര് കമന്റ് ഇട്ടേക്കുന്നത് 4.25 ദിസ് പോർഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, പൊതുജന താല്പര്യാർത്ഥം. നമുക്ക് അത് ഇട്ടോക്കാം. നമ്മൾ ആ ഫാത്തിമേനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? റെഡി. എവിടുന്ന് എക്സ്പ്രഷൻ ഒക്കെ വരുന്നത്? എവിടുന്ന് ഇത്ര നാണം വരുന്നത്? എനിക്കറിയില്ല. പിന്നെ ഈ സാധനം ഭയങ്കര മാസ്റ്റർ പീസ് ആയിരുന്നു. ഇങ്ങനെ നോക്കുന്നത് മനസ്സിന്റെ മണിയറയ്ക്കകത്തത് ഭയങ്കര ഇട്ടല്ലേ. പാടി ചെയ്യാൻ പറ്റുമോ മനസ്സിന്റെ മണിയറയില്? അല്ല, എനിക്ക് അത്ര പാട്ട് ഭയങ്കര റിസ്കാ. ഞാൻ കേട്ടതിനകത്ത് പാട്ട് ഞാൻ പാടിയോ? അല്ല, പാട്ട് നമ്മള് ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടും, അങ്ങനെയൊക്കെ പാടും. ഏതെങ്കിലും സ്വന്തം പാട്ട് പാടി ഒരു എക്സ്പ്രഷൻ ഇട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, റെഡി. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ, അത്രയൊക്കെ മതി. അവിടെ പാട്ട് കുറച്ചൊക്കെ കൂട്ടിയിട്ട് സൗണ്ട് കൂട്ടിയിടുന്നത് എന്താ അല്ലേ? ഇപ്പൊ ആ സമയത്ത് ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ തട്ടമിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അന്നത്തെ പാട്ടുകൾ ഇപ്പം അന്ന് കൂടുതൽ ഇങ്ങനെ മാപ്പിള സോങ്ങുകളാണല്ലോ, നമ്മൾ ഈ ആൽബം സോങ് ആയിട്ട് ഇങ്ങനെ വരുന്ന മാപ്പിള പാട്ടുകൾ നമ്മളിങ്ങനെ ജൂ ബോക്സ് പോലുള്ളതിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന, വിളിക്കുന്ന, ഈ പാട്ടിടുന്ന ഇത് തന്നെ. പിന്നെ ഈ കമന്റിനകത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ഒച്ചത്തിൽ ഈ പാട്ട് വെച്ചിട്ട് പുറത്തിറങ്ങി അയലത്തേരൊക്കെ കേൾക്കണുണ്ടോ, കേൾക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, മാപ്പിള സോങ് അവര് ഈ കമന്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ വലിയ സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര സൗണ്ടില് ഇത് ഞങ്ങൾ പാട്ട് ഇങ്ങനെ കേൾക്കാന്ന് പുറത്തൊക്കെ നമ്മൾ കേൾക്കേണ്ടത് നാട്ടുകാരെ അറിയിക്കണമല്ലോ. കാരണം അന്നത്തെ കുറെ ഹിറ്റുകൾ ഉണ്ട് മാപ്പിള. ഇത് മുസ്ലിം സോങ്സ് തന്നെയാണ്. അതില് ആൾക്കാർ കൂടുതലും പഴയ സോങ് റീമിക്സ് ചെയ്തിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ അതായിരുന്നു കൂടുതൽ. അപ്പോൾ ഇത്രയും വലിയ അന്ന് സ്പീക്കറൊക്കെ ചില വലിയ വലിയ പൈസക്കാരുടെ കയ്യിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അവർ ഇത്രയും സൗണ്ടിലൊക്കെ പാട്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ പോയല്ലോ ഇത്രയും സൗണ്ടിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു അഭിമാനത്തോടെ ഞങ്ങളെ പാട്ടുതാരങ്ങളൊക്കെ കേട്ടോ എന്നുള്ളൊരു ഇതിൽ വെക്കുന്നുണ്ടല്ലോ. ഞാനും ദിൽഹേ ഫാത്തിമ TV കാണുന്നത്, ഞാനൊരു ഷൂട്ടിന് പോയിട്ട് രാവിലെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞാണ്, സുനിത നിൻ്റെ ഒരു ആൽബം പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, ഫുൾ ടൈം ജൂ ബോക്സിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അന്ന് കേബിൾ വിഷനാണ് അവിടെ ചാനൽ, അപ്പോൾ അത് പോയി വെച്ച് നോക്കുമ്പോൾ അപ്പോഴും വന്ന സോങ്. അന്നാണ് നമ്മളും അഭിനയിച്ചൊക്കെ പോരുന്നല്ലേ ഉള്ളൂ, നമ്മളങ്ങനെ ഇരുന്ന് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ അന്നാണ് ഞാൻ ആ സോങ് അവിടെ കാണാം. അപ്പോഴും കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു പുതുമയൊന്നും തോന്നിയില്ല, കാരണം സാധാരണയൊക്കെ ചെയ്യുന്നില്ല. പക്ഷെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിന്റെ ബീറ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസം. അതെ, ഭയങ്കര. അത് എനിക്കൊന്ന് ഷാഫിക്കയുടെ തന്നെ ഒരു വലിയൊരു ഹിറ്റായിരുന്നു. ഷാഫിഖാന്റെ കൂടെ ചെയ്ത എല്ലാ വർക്കുകളും, ഷാഫിഖാന്റെ ഈ പാട്ടുകളല്ല, എല്ലാ വർക്കും ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, ആദ്യമായിട്ട് ഈ TV കാണുമ്പോൾ ഒരു
ഇതെന്തായിരുന്നു ശരിക്കും? അഭിമാനം. അഭിമാനം. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു ചെയ്യാറുണ്ടോ സ്വന്തമായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള? ഞാൻ ചെയ്യും. ഞാൻ ഓൾറെഡി ഞാൻ പറയില്ലേ, നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് അഭിനയിക്കും, കരയുന്ന അഭിനയിക്കും, ചിരിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ. എനിക്ക് ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ 1-2 വർക്കുകളൊക്കെ അങ്ങനെ സീരിയലൊക്കെ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടായി. പിന്നെ ഞാനത് ചെയ്തു നോക്കും. അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഫാമിലീൻ്റെ കൂടെ ഇരുന്ന് പോയി കാണുമ്പോൾ എനിക്കൊരു ചമ്മല. പക്ഷെ അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഡബ് ചെയ്ത് ശ്രീജ ചേച്ചിയായിരുന്നു പടത്തിൽ. അപ്പം നല്ല സൗണ്ടായിരുന്നല്ലോ. എൻ്റെ സൗണ്ടിൽ ഡബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അഭിനയിച്ചാൽ മതി, പക്ഷെ അവർ നന്നായിട്ട് ഡബ് ചെയ്ത് അത് ഇവരെ കൂടെ ഇരുന്ന് കാണുമ്പം കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ അത് ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ ഇപ്പം ഇയാൾ ഈ അടുത്തൊക്കെ എൻ്റെ മോനൊക്കെ പടം കണ്ടേ, ഇപ്പം ചെറിയ ആള് എൻ്റെ റീൽസ് കാണും. അപ്പം ഇപ്പം ഞാൻ അവനിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവനിപ്പോൾ നമ്മളെ കൊച്ചു കുട്ടികളെ പോലെ പല കൊച്ചു ടി വി കാണുമൊന്നുമില്ല. അതായത് ടി വിയിൽ കൊച്ചു ടി വി ഒന്നും വെച്ച് കൊടുത്താൽ അതൊന്നും അവന് ഒരു പാട്ട് മതി. പാട്ട് അവന് പാട്ടാണ് ഇഷ്ടം. പാട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അമ്മ പാട്ട് വെക്കുന്നത്. ഇപ്പം പാട്ടിൽ ടി വിയിൽ ഇങ്ങനെ പാട്ട് കഴിക്കും. അപ്പോൾ അവൻ പറയുന്നത് ആ നടി അമ്മ, അത് അമ്മയാണ്. കാരണം അവൻ എൻ്റെ ഫോണിൽ റീൽസ് കാണുമ്പോൾ ഞാനാണ്. അപ്പം ഇനിയിപ്പോൾ ഏതൊരു നടി അഭിനയിക്കും പാട്ട് പാടും അത് അമ്മയാന്ന് പറയും. അവന് കുറച്ചും കൂടി ക്രേസ് ഉണ്ട് പാട്ടിലേക്ക്. ആണല്ലേ? അമ്മയുടെ ഒരു ഇത് കിട്ടാണ്ടിരിക്കില്ല അവന് വരുമായിരിക്കും. മറ്റേ ആൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാനൊക്കെ ക്രാഫ്റ്റ് വർക്കുകളാണ്. അതിൻ്റെ കൂടെ പാട്ടൊക്കെ പാടും ആള്. അഭിനയിക്കാനും ഇഷ്ടമാണ്. അത് ഈ അടുത്താ ഞങ്ങൾ അറിഞ്ഞത്. ഒരു വർക്ക് വന്നപ്പം പോണം നിർബന്ധം. ഞങ്ങൾ പറഞ്ഞപ്പോൾ പോണ്ട, നല്ല വർക്ക് കയറുമ്പോൾ ഇല്ല അമ്മ എനിക്ക് പോകണം. അപ്പോൾ റിജേട്ടൻ പറഞ്ഞു അവൻ കണ്ടു പഠിക്കട്ടെ. പക്ഷെ അവൻ അതും ഇഷ്ടമാണ്. അതെ അല്ലേ? ഈ ഇപ്പോഴത്തെ ആൽബം സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പോഴത്തെ വളരെ റെയറാണ്. ഞാൻ അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ ഒരു ഹിറ്റ് ആൽബം പണ്ടത്തെ പോലെ ഉണ്ടോ അറിയില്ല. ഇല്ലാലോ അല്ലേ? അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ആ സമയത്തുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പൊ സ്വീകാര്യത കുറഞ്ഞതാണോ ക്വാളിറ്റി കുറഞ്ഞതാണോ? എന്താ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് തോന്നില്ല. കാരണം എനിക്ക് അന്നത്തിനെക്കാട്ടി കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അതിലെ സോങ്ങിന്റെ ആണോ ഇനി നമ്മുടെ പഴയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പോലൊക്കെ ഇനിയും നല്ല പാട്ടൊക്കെ കിട്ടിയായിരിക്കും ചിലപ്പോ അല്ലേ? മുത്തുമണി കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പാട്ടുകളൊക്കെ ഞാൻ അങ്ങനത്തെ ആൽബം ഇപ്പൊ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര ഹിറ്റായൊരു പാട്ടുണ്ട് ഇപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് കാണാത്തോണ്ടാണോന്ന് അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ ആൽബം സോങ്ങുകൾ ഇപ്പോഴത്തെ റാപ്പ് സോങ്ങുകൾ റീപ്ലേസ് ചെയ്തു തോന്നുന്നുണ്ടോ? അത് ചില ഈ മാപ്പിളപ്പാട്ടിൻ്റെ തനത് കലാരൂപം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് കുറേയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ആൽബം നോൺ സ്റ്റോപ്പ് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. ഉടനെ അപ്പോൾ എൻ്റെ അടുത്ത് മറന്നു. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനും അൻവറും കൂടി ചെയ്ത ഒരു 5-8 ഇതില്ലേ അപ്പങ്ങളമ്പാട്, അതിപ്പോൾ സിനിമയുടെ പാട്ടേ. പക്ഷെ ആ പാട്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ, അത് മാപ്പിള സോങ്. ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഈ പാട്ട് പാടി എനിക്ക് ആ പാട്ടിൻ്റെ ഇത് വരികളെ മറന്നുപോയി, ആ ട്യൂണ് മറന്നുപോയി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറേ വിമർശനം. അവർ ആ പാട്ടിനെ അവർ ചീത്തയാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമ കളയുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭംഗി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ റാപ്പൊക്കെ കയറ്റി കേൾക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. ചേച്ചിക്ക് എങ്ങനെയാണ് ഇഷ്ടം? എനിക്ക് പഴയ പാട്ട് എന്നതാണ് ഇഷ്ടം. റാപ്പ് സോങ്ങുകൾ തനിമ കളഞ്ഞു എന്ന് ചേച്ചിക്ക്? തനിമ കളഞ്ഞല്ലേ അപ്പങ്ങളും അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പഴയ ആ ഒരു പാട്ടിനോട് തന്നെയാണ് താല്പര്യം. ഓക്കെ. ഇപ്പം പഴയ പാട്ടുകൾ പിന്നെയും വീണ്ടും വീണ്ടും ഹിറ്റ് ആവുന്നുണ്ട്. ചേച്ചിയുടെ പാട്ട് അന്നും ഒന്നും ഒരേപോലെ ഫേസിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ ഇപ്പം? ഇപ്പോൾ ഇങ്ങനെ മനസ്സിൻ്റെ മണറിലൊക്കെ ഇപ്പോൾ ഒന്നുകൂടി ട്രെൻഡായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ എനിക്ക് കുറച്ചും കൂടി അഭിനയിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നൊരു വർക്കായിരുന്നു. അതൊക്കെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഹിറ്റായി കാണാം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പം ഷാഫിക്കയെ പറ്റി പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? ഷാഫിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കൊന്നുമില്ല, ഞങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടി കൂടുന്ന അതൊക്കെ ആയിരിക്കും വീഡിയോയിൽ എടുക്കുന്നത്. കാരണം അങ്ങനെയാണ് ഡയറക്ടർ ഇന്നൊരു കാര്യം പറയും ഇതാണ് കേട്ടോ, പക്ഷെ നമ്മൾ അവിടെ കിടന്നിട്ട് ഞങ്ങൾ ചിലപ്പം വർത്താനം പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ അഭിനയിച്ച് അങ്ങനെ തകർക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ കോമ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി ജെന്യൂനായിട്ട് ഫീൽ ചെയ്തത്. അതായിരിക്കും ആൾക്കാർക്ക് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം. താജുക്കയുടെ ആണെങ്കിലോ? താജുക്ക അങ്ങനെ തന്നെ. പക്ഷെ താജുക്കൻ്റെ അടുത്ത് എനിക്കൊരു കുറച്ചുകൂടി ഒരു ബഹുമാനമുണ്ട്. കാരണം എൻ്റെ ഒരു എന്തോ വലിയൊരാൾ എന്നുള്ളത്. പക്ഷെ ഷാഫിക്ക ഞാൻ പറയില്ലേ ആ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു താജുക്കനെക്കാട്ടി ഷാഫിക്കയുടെ വൈഫും ഒക്കെ ആയിട്ട് ഉമ്മയൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഇവരായിട്ട് വരുമ്പം എനിക്ക് ഞങ്ങളുടെ കോമ്പോ കുറച്ചും കൂടി ഇഷ്ടം. താജുക്കൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കെയറിങ്. ഞാൻ പറഞ്ഞ ഒരു ബ്രദർ സിസ്റ്റർ അതുപോലെ തന്നെയാണ് ഷാഫിക്ക. അപ്പം രണ്ടുപേരും ഈക്വലാണ്.